ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു IT സ്കൂൾ ലിനക്സ് ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു വെർച്വലൈസിങ് ആപ്ലിക്കേഷനാണ്. ഈ വെർച്വലൈസിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ കറണ്ട് ഹാർഡ്വെയറിനെ വെർച്വലൈസ് ചെയ്ത് നമുക്ക് ഒരു പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ സിസ്റ്റത്തിന്റെ തന്നെ ഹാർഡ്വെയർ ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർച്വലൈസിങ് ആപ്ലിക്കേഷനാണ് VMware വർക്ക്സ്റ്റേഷൻ. ഈ VMware വർക്ക്സ്റ്റേഷന് പകരമായിട്ട് നമുക്ക് വേറെ പല ആപ്ലിക്കേഷൻസും ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ VMware ആപ്ലിക്കേഷനാണ് ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ സാധാരണ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു exe ഫയൽ വെച്ചിട്ട് അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ആദ്യം നമ്മൾ VMware exe റൺ ചെയ്യാണ്. സാധാരണ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ലൈസൻസ് എഗ്രിമെൻറ്റും ഡെസ്റ്റിനേഷൻ പാത്തും നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആയതിന് നമുക്ക് അതിൻ്റെ ലൈസൻസ് കീ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. വൺസ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും VMware വർക്ക്സ്റ്റേഷൻ പ്രോയുടെ ഒരു ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നതാണ്. പുതിയൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ വഴി ബൈ ഡിഫോൾട്ട് വൺ ഓപ്ഷൻ വെച്ചിട്ട് റെക്കമെൻഡഡ് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ISO ഫയൽ ഇതിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കണം. IT സ്കൂൾ ISO ഡൗൺലോഡ് ചെയ്യുന്ന ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ VMwareൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ സെയിം യൂസർ നെയിം പാസ്വേഡ് തന്നെ ആയിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റിഫ്ലക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ യൂസർ നെയിം പാസ്വേഡ് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അവിടെ യൂസർ നെയിം പാസ്വേഡായിട്ട് സെറ്റ് ചെയ്യുന്നത് IT എന്നാണ്. അതിനുശേഷം ആ വെർച്വൽ മെഷീന് ഒരു പേര് വേണമെന്നുണ്ടെങ്കിൽ പേര് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ആ വെർച്വൽ മെഷീൻ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് സ്പേസ് ഉള്ള ലൊക്കേഷനിൽ വേണം എപ്പോഴും ഈ വെർച്വൽ മെഷീൻ നമുക്ക് സേവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബ്രൗസ് ചെയ്യുക. വേറെ ഏത് ഡ്രൈവാണോ മൈ കമ്പ്യൂട്ടറിലുള്ളത് ആ ഡ്രൈവ് മാപ്പ് ചെയ്ത് ഡ്രൈവിൻ്റെ അകത്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പുതിയ ഫോൾഡർ IT@school എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ഓക്കെ അടിക്കുന്നു. ആ ലൊക്കേഷനിലായിരിക്കും നമ്മുടെ IT സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ആകുന്നത്. അതിനുശേഷം അതിനുവേണ്ട ഹാർഡ് ഡിസ്ക് സ്പേസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം.
മിനിമം ഒരു 40 GB എങ്കിലും ഹാർഡ് ഡിസ്ക് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹാർഡ് ഡിസ്ക് സ്പേസ്, ഈ വെർച്വൽ ഹാർഡ് ഡിസ്ക് സ്പേസ് വേണം. ഈ വെർച്വൽ ഹാർഡ് ഡിസ്ക് സ്പേസിലാണ് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് 40 GB ആയിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻ സ്റ്റോർ ഇൻ എ സിംഗിൾ ഹാർഡ് ഡ്രൈവിലായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കസ്റ്റമൈസ് ഹാർഡ്വെയർ എന്ന് പറയുന്ന ഈ ലൊക്കേഷനിൽ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ കോൺഫിഗറേഷൻ റിവ്യൂ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ മെമ്മറി കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ സിസ്റ്റത്തിൽ 8 GB മെമ്മറി ഉള്ളത് കൊണ്ട് ഞാൻ 2 GB ആണ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് നമുക്ക് മിനിമം ഒരു 2 സെറ്റ് ചെയ്യാം. അതിൻ്റെ നമ്പർ ഓഫ് പ്രോസസ്സർ കോർ 2 സെറ്റ് ചെയ്യാം. സാധാരണ എല്ലാ സിസ്റ്റത്തിലും മിനിമം നമ്പർ ഓഫ് കോഴ്സ് 2 അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം ക്ലോസ് ചെയ്യുക. സെറ്റിങ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം സിസ്റ്റം നമുക്ക് റൺ ചെയ്യാം. സിസ്റ്റം റൺ ചെയ്യാനുള്ള പവർ ഓൺ ദിസ് വെർച്വൽ മെഷീൻ ആഫ്റ്റർ ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് ചെക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ, ഫിനിഷ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിൽ ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് ഞാൻ ഫുൾ സ്ക്രീൻ മെനുവിലേക്ക് ഫുൾ സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫുൾ സ്ക്രീൻ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് മൗസ് പ്രസ് ചെയ്താൽ ആ മൗസ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കും. അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് നമ്മുടെ കീബോർഡും മൗസും റിലീസ് ആവുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ കീബോർഡും മൗസും അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ മൗസും കീബോർഡും വർക്ക് ആവുന്നത്. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് ഈ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്ച്വൽ ഇൻസ്റ്റാളേഷനും ഇതും തമ്മിൽ അല്പം കൂടി സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എൻവയോൺമെൻറ്റ് ഓപ്പൺ ആയിട്ട് വന്നേക്കാണ്. ഇത്തരത്തിലുള്ള വെർച്വൽ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ലിനക്സ് ചെയ്യുന്നത് മാതിരി തന്നെ നമുക്ക് വിൻഡോസ് 11 അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഈ വെർച്വൽ ആപ്ലിക്കേഷൻസ് വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കിപ്പോൾ കാണാൻ പറ്റും ലോഡ് ചെയ്തേക്കുന്നതായിട്ട്. IT എന്ന് പറയുന്ന യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. IT എന്നാണ്. എൻ്റർ പ്രസ് ചെയ്താൽ ലോഗിൻ ആവുന്നതാണ്. നമ്മുടെ IT സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി. ഇവിടെ നമുക്ക് എല്ലാ ഫയൽസും ഏതൊരു IT സ്കൂൾ ഫീച്ചേഴ്സ് ഏതൊക്കെയാണോ IT സ്കൂൾ ഫീച്ചേഴ്സ് അതെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നോക്കുമ്പോൾ കാണാൻ കഴിയും. IT സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന
ഓപ്പൺ ഓഫീസ് ആപ്ലിക്കേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ IT സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന അതേ ലാഘവത്തോടുകൂടി തന്നെ ഈ വെർച്വൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒരു ഇങ്ങനെ വെർച്വലൈസ് ചെയ്ത് ഇൻസ്റ്റാൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബൂട്ട് ലോഡറിൻ്റെ ആവശ്യമില്ല. സാധാരണ ഒരു സിസ്റ്റം പവർ ഓഫ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ സിസ്റ്റം പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്ത ഒരു സിസ്റ്റം നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു സ്ക്രീനിലേക്ക് എത്തുന്നതായിട്ട് കാണാം. അതായത് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത VMwareന്റെ അതേ പേജിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് കാണാൻ പറ്റും. ഞാൻ ഇതിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് അതിനെ റീനെയിം ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനുശേഷം വീണ്ടും പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ IT സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ കഴിയും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണത്, ആദ്യം VMware ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം IT സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക. എന്നിട്ട് പവർ ഓൺ വെർച്വൽ മെഷീൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിനുശേഷം ഫുൾ സ്ക്രീൻ പ്രസ് ചെയ്ത് ഫുൾ സ്ക്രീൻ വിൻഡോയിൽ നമുക്ക് വർക്ക് ചെയ്യാം. നമ്മുടെ IT യൂസർ നെയിം പാസ്വേഡ് എൻ്റർ പ്രസ് ചെയ്താൽ ലോഗിൻ ആവും. കീബോർഡിൽ എൻ്റർ കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ ലോഗിൻ ആവും. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വീണ്ടും ലോഗിൻ ആയിരിക്കുകയാണ്. അതായത് ഒരു തവണ മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിനുശേഷം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.